ഈ കുട്ടികളെ കൊണ്ട് തോറ്റു കേട്ടോ, ഒരു രക്ഷയുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മൊബൈലിൽ നിന്നും എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ഒരാളെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ നമ്പർ തെരഞ്ഞു പിടിച്ച് നോക്കിയിട്ടും കാണുന്നില്ല. അതായത് ആ കോൺടാക്ട് ലിസ്റ്റിൽ ആ നമ്പർ ഇല്ല, അത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. കുട്ടികളോട് ചോദിച്ചപ്പോൾ കുട്ടികൾക്ക് അത് ഓർമ്മയില്ല. എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നമ്മുടെ മൊബൈലിലുള്ള കോൺടാക്റ്റ് ലിസ്റ്റുകൾ, നമ്മൾ സേവ് ചെയ്ത് വെച്ച കോൺടാക്റ്റുകളൊക്കെ അതിൽ നിന്നും ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് തിരിച്ചെടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ നിന്നും ഒരുപാട് നമ്പറുകൾ മിസ്സാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു ട്രിക്ക് ഉപയോഗിക്കാം. കാരണം ഇത് നിങ്ങൾക്ക് ഒരു സേഫായ ഇടത്ത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നഷ്ടപ്പെട്ട കോൺടാക്റ്റുകൾ തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ മെയിൽ ID മുകളിൽ തന്നെയുണ്ട്. അവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗമുണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിൽ ഒരുപാട് ടാബുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നും നിങ്ങൾ പീപ്പിൾ ആൻഡ് ഷെയറിംഗ് എന്ന ഈ ഒരു ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ കോൺടാക്ട്സ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട്, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മൊബൈൽ സേവ് ചെയ്ത എല്ലാ കോൺടാക്റ്റുകളും ഇവിടെ കാണാൻ സാധിക്കും. താഴെ 2 ഓപ്ഷൻ ഉണ്ട്, അതിൽ നിന്നും നമുക്കിവിടെ സ്റ്റേ ഓൺ വെബ് എന്ന ഭാഗമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മൊബൈലിൽ സൂക്ഷിച്ച എല്ലാ കോൺടാക്റ്റുകളും ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നമുക്ക് നഷ്ടപ്പെട്ട കോൺടാക്റ്റുകൾ എങ്ങനെ എടുക്കാം? അതിനായിട്ട് 3 ലൈൻസ് ഇവിടെ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ ബിൻ എന്ന ഭാഗമുണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ നഷ്ടപ്പെട്ട കോൺടാക്റ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് 30 ദിവസത്തിനകം മാത്രമേ ഇങ്ങനെ ഡിലീറ്റ് ആയിപ്പോയ നമ്പറുകളൊക്കെ അല്ലെങ്കിൽ കോൺടാക്റ്റുകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാം? അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഏത് കോൺടാക്റ്റാണ് വേണ്ടത് അത് മാർക്ക് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഒരു കോൺടാക്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ആ നമ്പറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലേക്ക് തന്നെ ഇത് കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഇത് നമുക്ക് മറ്റൊരു ഓപ്ഷനിലൂടെയും എടുക്കാൻ സാധിക്കും. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ മൈ കോൺടാക്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. ഓക്കെ, അങ്ങനെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഗൂഗിൾ കോൺടാക്ട്സ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ കാണിച്ച അതേ ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും സ്റ്റേ ഓൺ വെബ് എന്ന ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവിടെയും അതേ ഓപ്ഷൻ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും 3 ലൈൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബിൻ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കോൺടാക്റ്റുകൾ ഇവിടെയും കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാനും അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെ 2 മെത്തേഡുകളാണ് നമുക്ക് കോൺടാക്റ്റുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനായിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ ഉള്ളത്. ഓക്കെ, ഇനി നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ കോൺടാക്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ലിസ്റ്റുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ ഓൾ എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മാർക്കാവും കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു 3-4 എണ്ണം മാത്രം മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ 4 എണ്ണം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ ഷെയറിൻ്റെ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്നും ഗൂഗിൾ ഡ്രൈവ് തിരഞ്ഞെടുക്കുക. ഇനി ഇങ്ങനെ കാണുന്നില്ല, ഗൂഗിൾ ഡ്രൈവ് കാണുന്നില്ല എങ്കിൽ ഇവിടെ മോർ എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യും. ഗൂഗിൾ ഡ്രൈവ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫയലായിട്ട് ഇവിടെ കാണും. നിങ്ങളുടെ മെയിൽ ID ഇതാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിനുശേഷം ഇവിടെ 2ാമത്തെ ഭാഗം ലൊക്കേഷൻ എന്ന ഈ ഒരു ഏരോ മാർക്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ഫോൾഡറിൻ്റെ ഐക്കൺ ഉണ്ട്, പ്ലസ് ഐക്കൺ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആ ഒരു ഫോൾഡറിന് ഒരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ കോൺടാക്റ്റ് എന്ന് തന്നെയാണ് കൊടുക്കുന്നത്, നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അത്. ഇവിടെ കോൺടാക്റ്റിൻ്റെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇവിടെ സെലക്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ ഒരു 4 നമ്പറാണ് ഞാനിപ്പോൾ സേവ് ചെയ്യുന്നത്. ഇപ്പോൾ അത് അപ്ലോഡ് ആകുന്ന പ്രോഗ്രസ് കാണാം. ഇപ്പോൾ അപ്ലോഡഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഫോൾഡർ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ആ ഒരു ഫോൾഡർ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ നിങ്ങൾക്ക് കോൺടാക്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് 1 കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആ 4 നമ്പറുകൾ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. നിങ്ങളുടെ മെയിൽ IDയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്കോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫോണിലേക്ക് വേണോ മെയിൽ IDയിലേക്ക് വേണോ എവിടെയാണ് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇമ്പോർട്ട് കൊടുക്കുക. ഓക്കെ, മെയിലിലുള്ള ആ ഒരു കോൺടാക്റ്റ് ലിസ്റ്റുകൾ ഒന്നും തന്നെ ആര് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും
ഗൂഗിൾ ഡ്രൈവിൽ അവിടെ സേവായി കിടക്കുന്നുണ്ടാവും. അതിൽ നിന്നും നമ്മുടെ ആ ഒരു മെയിൽ ഐ ഡി പാസ്വേഡ് ഓർമ്മയുള്ളിടത്തോളം കാലം അതിൽ തന്നെ കിടക്കും. നമുക്ക് ഏത് മൊബൈലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു മെയിൽ ഐ ഡി പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും ഗൂഗിൾ ഡ്രൈവിൽ നിന്നും നമുക്ക് അത് നമ്മുടെ ഫോണിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കും. അങ്ങനെ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റുകളൊന്നും തന്നെ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.